പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനെ പിന്തുണച്ചതായി തുറന്നു പറഞ്ഞ എസ്ഡിപിഐ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും എസ്ഡിപിഐ നേതാക്കൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി അവസാന മണിക്കൂറുകളിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലായിരുന്നു എസ്ഡിപിഐ നേതാക്കളുടെ തുറന്നുപറച്ചിൽ. തങ്ങളുടെ പിന്തുണ യുഡിഎഫിനായിരുന്നുവെന്ന് പറഞ്ഞ നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി. രാഷ്ട്രീയ മാന്യത മൂലമാണ് ഇതുവരെ പുറത്തു പറയാതിരുന്നതെന്നും നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് പിന്തുണച്ചു. അത്രയോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ യുഡിഎഫിനെ പിന്തുണച്ചത് പിന്നെ ഒരു ചർച്ചയും ഇല്ലാതെയല്ല. അതങ്ങനെ ഒരു ചർച്ചയും ഇല്ലാതെയല്ല. അത് നമുക്കതിൽ ഞങ്ങളൊരു 16 വർഷം പൂർത്തിയായ ഒരു പാർട്ടി അങ്ങനെ വെറുതെ അത്യാവശ്യ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ വെറുതെ ഇങ്ങനെ വൺ സൈഡ് ആയിട്ട് അങ്ങനെ വെറുതെ വോട്ട് കൊടുക്കാൻ പോകുന്നൊക്കെ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കലും അത് ധാരണ ഉണ്ടാവാൻ സാധ്യതയല്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതിന് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ മാന്യത കാണിക്കേണ്ടതിന്റെ അതിന്റെ ഉത്തരവാദിത്ത ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് പാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ പറ്റി നിങ്ങൾക്ക് കോഴിക്കോട് മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് നന്നായി അറിയാമല്ലോ. എസ്ഡിപിഐയോട് ശരിയായ നിലപാട് സ്വീകരിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ബിജെപി വിരുദ്ധ നിലപാടിന്റെ പേരിൽ എന്നും ഒരേ രാഷ്ട്രീയ നിലപാടുമായി മുന്നോട്ടു പോകാനാവില്ല. നേമത്ത് വി ശിവൻകുട്ടി ജയിച്ചത് എസ്ഡിപിഐ സ്ഥാനാർത്ഥിയെ നിർത്താത്തതുകൊണ്ടാണെന്നും മഞ്ചേശ്വരത്ത് എസ്ഡിപിഐ ത്യാഗം ചെയ്യുന്നത് കൊണ്ടാണ് ലീഗ് ജയിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ്ഡിപിഐയുടെ പിന്തുണ സ്വീകരിച്ച യുഡിഎഫ് നിലപാടിനെതിരെ ഇതിനകം പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു. ഒരു MLA സ്ഥാനത്തിന് വേണ്ടി ഒരു MP സ്ഥാനം MP-മാരെ ലഭിക്കാൻ വേണ്ടിയിട്ട് MLA-മാരെ ലഭിക്കാൻ വേണ്ടി ഏത് രാജ്യദ്രോഹികളുമായിട്ടും ഏത് ദേശവിരുദ്ധ ശക്തികളുമായിട്ടും കൈകോർക്കാൻ കോൺഗ്രസിനും UDF-നും എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ തീവ്രവാദ സംഘങ്ങളുമായിട്ടുള്ള ബാന്ധവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് സ്വാഭാവികമായിട്ടും നമ്മുടെ കനത്ത വില നൽകേണ്ടി വരും. ഇത് കേവലം ഒരു UDF-ഉം അതുപോലെ തന്നെ ഈ ഏതാനും സംഘടനകൾ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ ഒരു മുന്നണി ബന്ധം മാത്രമല്ല. ഇതിനപ്പുറത്ത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ആഭ്യന്തര ഐക്യം, നമ്മുടെ ആഭ്യന്തര സുരക്ഷിതത്വം തന്നെ അപകടകരമാക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയാണ് ഇപ്പൊ കേരളത്തിൽ രൂപം കൊണ്ടിട്ടുള്ളത്. വോട്ട് ബാങ്കിന് വേണ്ടി രാജ്യവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിക്കുന്ന ഇടതു വലതു മുന്നണികളുടെ രാഷ്ട്രീയ പാപ്പരത്തമാണ് വ്യക്തമാകുന്നതെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.